ചൈനയും അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധം തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നുമല്ല എന്ന് പറയാം. അമേരിക്കയും ചൈനയുമായിട്ടുള്ള പ്രധാന പ്രശ്നം തന്നെ ഇവരുടെ വ്യാപാരമാണ് എന്ന് പറയാം. മുറുകിയ സമയത്ത് തന്നെ ഇത് വളരെയധികം ചൈനയിൽ നിന്നുള്ള ഐഫോൺ ഇറക്കുമതിയെ ബാധിച്ചിരുന്നുവെന്നും അവർ വൻതോതിൽ തന്നെ കുറഞ്ഞിരുന്നുവെന്നും പറയേണ്ടി വരും. കഴിഞ്ഞ ജനുവരി മുതൽ ഏപ്രിൽ വരെ ഇത് പരിപാടിയായി കുറയുകയായിരുന്നു. അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി കുത്തനെ ഉയരുകയും ചെയ്തിരുന്നതായി നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരു സന്തോഷമാണ് എന്ന് പറയാം. ഇന്ത്യയിൽ നിരവധി പ്ലാന്റുകളാണ് ഐഫോണിന് ഉള്ളതെന്നറിയണം. അതേസമയം ട്രംപ് ആകട്ടെ പെട്ടെന്ന് യൂടേൺ എടുത്ത് ചൈനയുടെ ഭാഗത്തേക്ക് ചേരുകയും കൂടിയായിരുന്നു. ഇന്ത്യയെ ചൈനയെ പുണരാൻ ട്രംപ് തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഏപ്രിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ വരുന്ന ഏറ്റവും വലിയ അമേരിക്കയിലേക്കുള്ള ഐഫോണുകളുടെ കയറ്റുമതി വർഷം തോറും 76% വർദ്ധിച്ചതായി ഒരു പ്രമുഖ ടെക്നോളജി മാർക്കറ്റ് അനലിസ്റ്റ് സ്ഥാപനത്തിന് കണക്കുകൾ പ്രകാരം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഏപ്രിലിൽ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്ത ഐഫോണുകളുടെ എണ്ണം 30 ലക്ഷത്തോളമായി ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം ഇതേ കാലയളവിൽ ചൈനയിൽ നിന്നുള്ള തന്നെ കയറ്റുമതിയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 76% കുറഞ്ഞ് വെറും 9 ലക്ഷമായി കുറഞ്ഞതായി ഓംഡിയ എന്ന സ്ഥാപനം തന്നെ ഇപ്പോൾ വിലയിരുത്തി പറയുന്നു. ചൈനയ്ക്കെതിരായ ട്രംപിന്റെ താരിഫ് യുദ്ധത്തിനിടെ ആപ്പിൾ കമ്പനി അമേരിക്കൻ സർക്കാരിന് പൂർണ്ണ പിന്തുണയുമായി നൽകിയിട്ടുണ്ടായിരുന്നു.